നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് അനുകൂലമായി കത്ത് നൽകിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി. അരുണിമയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടിയിൽ സസ്പെൻഷൻ ആധാരമായ രേഖകൾ ഹാജരാക്കാൻ സർക്കാർ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. രേഖകളിൽ കൃത്രിമം കാട്ടിയതിനാണ് നടപടിയെന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ കൃത്രിമം കാട്ടിയ രേഖകൾ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ അഭിഭാഷകനോട് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് നിർണായകമായ നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുഗതൻ എസ്കോർട്ട് പരോൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു എസ്കോർട്ട് പരോൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് ചോദിച്ചത് പ്രകാരം അനൌദ്യോഗിക കുറിപ്പായി വിശദീകരണം നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ചിത്രയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കെ.പി. സതീശൻ പറഞ്ഞു. 2026 ജൂലൈ 13 തദ്ദേശ വകുപ്പിൽ നിന്ന് വിശദീകരണം കിട്ടും മുൻപ് തന്നെ എസ്കോർട്ട് പരോൾ അനുവദിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സുഗതന് മറുപടി നൽകിയത്. ഇക്കാര്യം അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇത്തരത്തിലൊരു മറുപടി നൽകിയതിന് ശേഷം തദ്ദേശ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം കിട്ടിയതിന് ശേഷം അതേ നടപടി പകർത്തി 2026 ഓഗസ്റ്റ് 6 ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുഗതന് മറുപടി നൽകുകയായിരുന്നു. വിഷയത്തിൽ പിഴവുണ്ടായിട്ടില്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യം ഉന്നയിച്ചു. അതേസമയം ഈ സുഗതന് അവധി നൽകിയതിൽ LDF നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അവധി അപേക്ഷ പാസ്സാക്കിയതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഇടപെട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് പറഞ്ഞിരിക്കുന്നത്. സുഗതന് അനുകൂലമായ നടപടികൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. സെക്ഷൻ 90 അനുസരിച്ച് അയോഗ്യനാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും SP വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 57 അനുസരിച്ച് കോർപ്പറേഷന്റെ ഏതൊരു റെസല്യൂഷനും വിളിച്ചു വരുത്താനും അത് റദ്ദാക്കാനുമുള്ള അധികാരം സർക്കാരിനുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരന്തരമായി 3 കൗൺസിൽ യോഗങ്ങളിലും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സുഗതനുള്ളത്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 90 അനുസരിച്ച് സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വരുന്ന ആഴ്ചയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കേൾക്കലിനായുള്ള നോട്ടീസ് അയക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. പക്ഷേ സർക്കാരിന്റെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല, അവർ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് എങ്കിൽ LDF നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് SP ദീപക് പറഞ്ഞത്. അതേസമയം ആഭ്യന്തര വകുപ്പ് ഈ കത്ത് നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടിക്ക് പ്രസക്തിയില്ല എന്നൊരു നിലപാടിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. വിഷയത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി. അരുണിമയെ നേരത്തെ സസ്പെൻഡ് ചെയ്താണ്. സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷം പരാതി നൽകിയെന്നും. മേയർ VV രാജേഷാണ് കൗൺസിൽ അവധി അപേക്ഷ അംഗീകരിച്ച കാര്യം അറിയിച്ചത്. മേയറുടെ കാസ്റ്റിംഗ് വോട്ടും പൗണ്ട് കടവ് വാർഡ് സ്വതന്ത്ര കൗൺസിലർ സുധീഷിന്റെ വോട്ടും ഉൾപ്പെടെയാണ് 51 വോട്ടിന് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസ്സാക്കിയത്. സുഗതനെ 6 മാസത്തേക്ക് കൗൺസിൽ യോഗത്തിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയതായും മേയർ പറഞ്ഞു. 2026 ജൂലൈ 2 ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറും മേയർ VV രാജേഷ് വായിച്ചിരുന്നു. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് അംഗീകരിച്ചാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കാമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മേയർ വ്യക്തമാക്കി. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ വിയ്യൂർ ജയിൽ സൂപ്രണ്ട് വഴി സമർപ്പിച്ച അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ മുദ്രാവാക്യ വിളികളോടെ പ്രതിപക്ഷം ഹാളിന്റെ നടുത്തളത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. നാടകീയമായ സംഭവ വികാസങ്ങളാണ് അന്ന് അരങ്ങേറിയത്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം, ആ നിയമത്തിന്റെ 91 വകുപ്പ്, ആ വകുപ്പ് പ്രകാരമാണ് അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗം അയോഗ്യനാകുമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സുഗതൻ അയോഗ്യനായാൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരിക്കുന്ന BJPയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുമെന്ന നിലയാണ് ഉണ്ടായിരുന്നത്. അവധി അപേക്ഷ വോട്ടെടുപ്പിൽ അംഗീകരിച്ചതോടെ ഈ വെല്ലുവിളിയും BJP മറികടക്കുന്ന സാഹചര്യം ഉണ്ടായി. ജയിലിലായതിനാൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും അവധി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മേയർക്ക് സുഗതൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കൗൺസിലിന്റെ അനുമതിയോടെ 6 മാസം വരെ അവധി അനുവദിക്കാൻ മുനിസിപ്പാലിറ്റി നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. കാപ്പ കേസിൽ ജൂൺ 9 സുഗതൻ അറസ്റ്റിലായത്. ഇതിന് മുൻപും ശേഷവും നടത്തിയ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. കൗൺസിലിന്റെ പ്രവർത്തനം താളം തെറ്റിക്കാൻ കുറച്ചു നാളുകളായി ശ്രമിക്കുകയാണെന്നും കൗൺസിൽ നന്നായി നടക്കാൻ വേണ്ടിയാണ് അവധി അപേക്ഷയെ പിന്തുണച്ചതെന്നും പൗണ്ട് കടവ് വാർഡ് അംഗം സുധീഷ് കുമാർ പറഞ്ഞിരുന്നു. സുഗതന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നുവെന്നും കേസിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നുമായിരുന്നു സുധീഷ് വ്യക്തമാക്കിയത്. അതേസമയം
BJPക്ക് ഈ നിയമങ്ങളും വകുപ്പുകളും അറിയാത്തത് കൊണ്ടാണ് വോട്ടെടുപ്പോടെ അവധി നൽകുന്നതെന്നും മുനിസിപ്പാലിറ്റി നിയമത്തിൽ അവധി നൽകാൻ വകുപ്പില്ലെന്നുമാണ് കോൺഗ്രസ് കൗൺസിലർ KS ശബരിനാഥൻ പറഞ്ഞത്. സുധീഷ് UDFന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്രനാണെന്നുമായിരുന്നു ശബരിനാഥൻ വ്യക്തമാക്കിയത്. മൂന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. സുഗതൻ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശബരിനാഥൻ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കാപ്പ കേസ് പ്രതിക്ക് വോട്ടിനിട്ട് അവധി നൽകുന്നത് നീതിന്യായ വ്യവസ്ഥ ലംഘിക്കുന്നതാണെന്ന് CPM കൗൺസിലർ SP ദീപക് പറഞ്ഞു. മേയർ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകാതെ മൈക്ക് ഓഫാക്കിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ദീപക് വ്യക്തമാക്കിയിരുന്നു. അതേസമയം കൗൺസിലർക്ക് അവധി അനുവദിക്കേണ്ടത് കൗൺസിലാണെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വാദം. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് അംഗം സുൽഫിക്കർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ 3 കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അംഗത്വം റദ്ദാക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി അത് റദ്ദാക്കി. ജുഡീഷ്യൽ കസ്റ്റഡി കാരണം യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും അതിനായി ശ്രമിച്ചിട്ടുള്ളതിനാലും ഒരു ജനപ്രതിനിധിക്ക് സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. സുൽഫിക്കറിന്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. 2024 ജൂലൈ 3-ന് ഉത്തരവാണെന്നും സെക്രട്ടറി അറിയിച്ചു. ശബരിനാഥ് പരാതി നൽകിയതിനാൽ സുഗതൻ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം തേടുമെന്നും സെക്രട്ടറി അറിയിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടയ്ക്ക് BJP കൗൺസിലർ R സുഗതന് അനുകൂലമായി കത്ത് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര P അരുണിമയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് R സുഗതന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചിത്ര P അരുണിമയെ സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.